ആരോഗ്യമന്ത്രി തന്നെ മറന്നുവോ എന്ന ചോദ്യവുമായി പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കോഴിക്കോട് സ്വദേശി ഹർഷിന ഒപ്പമുണ്ടാകുമെന്ന് ആവർത്തിച്ചു പറഞ്ഞ മന്ത്രി വീണ ജോർജ് പിന്നീട് തിരിഞ്ഞു നോക്കിയില്ലെന്നും ഹർഷിന മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. വയറ്റിൽ നിന്ന് കത്രിക നീക്കം ചെയ്തെങ്കിലും നിരന്തരമായി ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിക്കാൻ പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ആ കുടുംബം. ഡോക്ടേഴ്സാണ് ചെയ്തതെന്നുള്ള റിപ്പോർട്ട് വന്നാൽ ഉടനെ ഹർഷിനക്ക് നീതി ഉറപ്പാക്കുന്ന ആരോഗ്യമന്ത്രിയൊക്കെ എവിടെ? ഇതിനൊരു പരിഹാരം എന്ന് വരും, ആര് തരും? വയറ്റിൽ നിന്ന് കത്രിക നീക്കം ചെയ്ത് 2 വർഷമായെങ്കിലും കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുകയാണ് ഹർഷിനയെ. 3 മക്കളുടെ അമ്മയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകിയ ഉറപ്പുകളെല്ലാം പാഴായെന്ന് കണ്ണീരോടെ പറയുന്നത്. അപ്പോൾ എത്ര വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമായിരുന്നാലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു കത്രി 5 അല്ല പോട്ടെ 7 10 എത്ര വർഷമാവട്ടെ, ഒരു ദിവസം ഒരാളെ സംബന്ധിച്ച് ഒരു കത്രി ഉള്ളിൽ വെച്ച് പോവാന്നുള്ളത് നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഒരിക്കലുമില്ല. ഒരിക്കൽ പോലും വാക്കുകൊണ്ടല്ലാതെ നമ്മളെ കൂടെ നിന്ന് അന്ന് തന്ന വാഗ്ദാനത്തിൽ അത്രയും മീഡിയകളുടെ മുന്നിൽ അത്രയും ആളുകളുടെ മുന്നിൽ തന്ന ഓരോറപ്പിൽ ഞാൻ പൂർണ്ണ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന 3ാം പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെയാണ് ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതെന്നാണ് പോലീസ് കണ്ടെത്തിയത്. 2 ഡോക്ടർമാരെയും 2 നഴ്സുമാരെയും പ്രതി ചേർത്ത് കുന്നമംഗലം കോടതിയിൽ കുറ്റപത്രം നൽകുകയും ചെയ്തു. ഡോക്ടർമാർ ഹൈക്കോടതിയെ സമീപിച്ചു. കീഴ്ക്കോടതിയുടെ വിചാരണ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. പക്ഷെ അത് എടുത്ത് 2 വർഷം കഴിഞ്ഞ് 3ാം വർഷത്തിലേക്ക് പോയിട്ടും ഇത്രയും വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും ഇത്രയും എന്താ പറയുക, ഇനി എങ്ങനെ തുറന്നു കാട്ടണം എന്നറിയില്ല. അത്രയധികം തെളിവുകൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണുന്നില്ല, എന്തുകൊണ്ട് ഒരു നീതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഒപ്പമുണ്ടെന്ന് പറഞ്ഞു തഴമ്പിച്ച വാക്കുകൾ ഇനി വേണ്ട. വനിതാ വികസന വകുപ്പ് മന്ത്രി കൂടാണ് ആരോഗ്യമന്ത്രി. അപ്പോൾ വനിത എന്ന് പറഞ്ഞാൽ ആരാ? ഞാനൊരു വനിതയല്ലേ, ഞാനൊരു അമ്മയാണ്. ശിശു വനിതാ വികസന വകുപ്പ്. എൻ്റെ 3 മക്കൾ, ആ മക്കളെ ശരിക്കും പോറ്റാനുള്ളൊരവസ്ഥ. അല്ലെ സാമ്പത്തികമായിട്ട് നല്ല ഉയർന്ന നിലയുള്ളവരാണെങ്കിൽ ആരെങ്കിലും നിർത്തിയെങ്കിലും ചെയ്യിക്കാനോ. അപ്പോൾ ആ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം എത്രത്തോളം ഉണ്ട്. ഒരു ചികിത്സ പോലും ചെയ്യാനുള്ള ഒരു മര്യാദയെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണ്ടേ, അതുപോലും ഉണ്ടായില്ല. പിന്നെ എന്താണ് നമ്മൾ സർക്കാരിൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? അവർ കാരണം നമുക്ക് വന്നുള്ള നഷ്ടങ്ങളാണോ ചോദിക്കുന്നത്, അല്ലാണ്ട് സർക്കാരിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഇത് ചിമ്പതി പറ്റി ഒരു ഔദാര്യം പറ്റുന്ന രീതിയിലല്ലല്ലോ നമ്മൾ ചോദിക്കുന്നത്. നീതിക്കായി കാത്തിരിക്കുകയാണ് ഹർഷിനയും കുടുംബവും. അരുൺ കിഷോറിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ് ഹർഷിന മുന്നോട്ട് വെക്കുന്നത്. ഇതിന് മറുപടി പറഞ്ഞേ മതിയാകൂ എന്നുള്ളതാണ്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത രാഹുൽ ചേരുന്നുണ്ട് നമുക്കിപ്പം. രാഹുൽ, ഹർഷിന ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും വളരെ പ്രസക്തമാണ്. അവരുണ്ടാക്കി വെച്ചൊരു അനാസ്ഥയോ അപകടമോ അല്ല. മന്ത്രി ഉറപ്പ് കൊടുത്തിരുന്നു, എപ്പോഴും കൂടെ ഉണ്ടാകും, ഒരു സ്ത്രീ എന്ന നിലയിൽ അവർ അനുഭവിക്കുന്ന യാതനകൾക്കൊപ്പം കൂടെ ഉണ്ടാകുമെന്നൊക്കെ. പക്ഷേ ഹർഷിന പറയുന്നത് അതൊക്കെ വെറും വാക്കുകൾ മാത്രമാണ്, ഒരു തരത്തിൽ പോലും മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ജയലക്ഷ്മി, ഗുഡ് മോർണിംഗ്. 5 വർഷക്കാലമാണ് ഹർഷിന വയറ്റിൽ കത്രികയുമായി ജീവിച്ചത്. അതായത് ആദ്യ 2 പ്രസവ ശസ്ത്രക്രിയകൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും 3ാമത്തേത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് നടത്തിയത്. അതിന് പിന്നാലെയാണ് ഹർഷിനയ്ക്ക് വയറ്റിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത്. പരിശോധനയിൽ വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണം ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് 5 വർഷങ്ങൾക്ക് ശേഷം അത് നീക്കം ചെയ്തിട്ടിപ്പോൾ 2 വർഷം പിന്നിട്ടു. പല രീതിയിലുള്ള സമരങ്ങൾ ഹർഷിന നടത്തിയതാണ്. ശസ്ത്രക്രിയ നടത്തിയ ആശുപത്രിക്ക് മുൻപിൽ 104 ദിവസം തെരുവിൽ സമരം ചെയ്തതാണ്. കമ്മീഷൻ ഓഫീസ് മാർച്ച് ഉൾപ്പെടെ ഒക്കെ നടത്തുകയും ചെയ്തു. സമരപ്പന്തലിൽ നേരിട്ടെത്തി ഹർഷിനയെ ആരോഗ്യമന്ത്രി കണ്ടു. ആ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഒപ്പമുണ്ട് ഹർഷിനയുടെ കൂടെ എന്നാണ് മന്ത്രി ആ സമയത്ത് പറഞ്ഞിരുന്നത്. പിന്നീട് മാധ്യമങ്ങൾ പലതവണ മന്ത്രിയോട് ചോദിച്ചതാണ്. ആ സമയങ്ങളിലൊക്കെ പറഞ്ഞത് ഹർഷിനയുടെ കൂടെയാണ് സർക്കാർ എന്നതാണ്. പക്ഷേ ആ കുടുംബത്തെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ്. ഹർഷിനയ്ക്ക് സമീപകാലത്ത് തന്നെ വീണ്ടും ഒരു ശസ്ത്രക്രിയ വയറ്റിൽ തന്നെ വേണ്ടി വന്നു എന്നതാണ്. അതായത് കത്രിക നീക്കം ചെയ്തെങ്കിലും അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ നിരന്തരമായി അലട്ടുകയാണ് ആ കുടുംബത്തെ. 3 മക്കളുടെ അമ്മയാണ്. ഭർത്താവ് ജോലിക്ക് പോയാണ് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും നിലവിൽ ചികിത്സയ്ക്കുള്ള സാമ്പത്തിക അടിത്തറ പോലും ഇല്ല. സർക്കാരിൻ്റെ ഇടപെടൽ വേണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. സ്ത്രീപക്ഷ സർക്കാർ എന്ന് അവകാശപ്പെടുകയാണ്. ഒരു വനിതാ മന്ത്രി ഉള്ള നാട്ടിലാണ് ഒരു വനിത എന്നൊരു ഒരു രീതിയിൽ തനിക്ക് ഈ വിധത്തിൽ നീതി നിഷേധം നേരിടേണ്ടി വരുന്നത് എന്നാണ് കണ്ണീരോടുകൂടി ഹർഷിന പറയുന്നത്.
ഏതായാലും ഈ കേസിൽ പോലീസ് അന്വേഷിച്ച് കുറ്റപത്രം കുന്നമംഗലം കോടതിയിൽ സമർപ്പിച്ചതാണ്. ശസ്ത്രക്രിയ നടത്തിയ 2 ഡോക്ടർമാർ അതുപോലെ 2 നഴ്സുമാരെ പ്രതികളാക്കിയാണ് കോടതിയിൽ പോലീസ് കുറ്റപത്രം നൽകിയിരുന്നത്. പിന്നീട് ഡോക്ടർമാർ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായിരുന്നത്. കുന്നമംഗലം കോടതിയിൽ വിചാരണ ആരംഭിച്ച് ഹൈക്കോടതി അത് സ്റ്റേ ചെയ്യുകയും ചെയ്തു. പ്രോസിക്യൂഷൻ വാദങ്ങൾ വളരെ ദുർബലമായതുകൊണ്ടാണ് ഈ വിധത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ നേരിടേണ്ടി എന്നതുകൂടി ഹർഷനയും കുടുംബവും ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നെ ഓർമ്മയുണ്ടോ എന്നുള്ളത്. ഹർഷനയുടെ ഹസ്ബൻഡും പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു കാര്യമല്ല ഇത്. 3 മക്കളുണ്ട്, അവരെ നോക്കാൻ പണമുണ്ടായിരുന്നെങ്കിൽ മറ്റാരെങ്കിലും വെച്ച് നോക്കാമായിരുന്നു. പക്ഷെ ഇതിപ്പോൾ അതൊന്നും സാധിക്കാത്ത വളരെ ദയനീയമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആ കുടുംബം കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഒരു തീർപ്പ്, ഒരു നടപടി ഉടനടി തന്നെ ഉണ്ടാകേണ്ടതല്ലേ? ജയലക്ഷ്മി, അതിൽ യാതൊരു സംശയമില്ല. കുടുംബത്തെ സംബന്ധിച്ച് അവർക്ക് സഹായകരമാകുന്ന തീരുമാനം വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോഴല്ല, വളരെ നാളുകൾക്ക് മുൻപ് തന്നെ ഉണ്ടാകേണ്ടതായിരുന്നു. സമരങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് 2 ലക്ഷം രൂപ അടിയന്തര ധനസഹായമായി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു എന്നതാണ്. പക്ഷേ അത് പോരാ എന്ന് ഹർഷനയും കുടുംബവും പറയുകയും അത് സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്തിരുന്നില്ല. അതിൽ കൂടുതൽ തുക, കാരണം അത്രയും അനുഭവിച്ചതാണ്, ആരോഗ്യം നഷ്ടപ്പെട്ടതാണ്. കുടുംബത്തിൻ്റെ മിസ്റ്റേക്ക് കാരണമല്ല, ചികിത്സയ്ക്ക് പോയ സമയത്ത് സർക്കാർ ആശുപത്രിയിൽ നിന്ന് പറ്റിയ പിഴവാണ്. അപ്പോൾ അർഹമായ നഷ്ടപരിഹാരം തന്നെ വേണം എന്നാണ് കുടുംബം അന്നും ഇന്നും ആവശ്യപ്പെടുന്നത്. അതിങ്ങനെ നീണ്ടു പോവുകയാണ്. അതിൽ അടിയന്തരമായ ഇടപെടൽ തന്നെ വേണം എന്നാണ്. ജയലക്ഷ്മി പറഞ്ഞതാണ്, 3 മക്കളുള്ള ഒരു അമ്മയാണ്. മക്കളെ നോക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. സാമ്പത്തികമായി ഭദ്രതയിലുള്ള കുടുംബമായിരുന്നെങ്കിൽ ആരെങ്കിലും ജോലിക്ക് നിർത്തിയിട്ടാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നതാണ്. പക്ഷേ ഇവരെ സംബന്ധിച്ച് അങ്ങനെ ഒന്നുമല്ല. നിലവിൽ ചികിത്സയ്ക്ക് പോകാൻ പോലും പറ്റാത്ത സ്ഥിതിയിലാണ് കുടുംബമുള്ളത്. ഹർഷിന സഹായ സമിതി, സമരസമിതിയൊക്കെ ഉണ്ട്. അവർ പിരിവ് ഒക്കെ നടത്തിയിരുന്നു. അതുകൊണ്ടുള്ള അങ്ങനെ പണമൊക്കെ ഉപയോഗിച്ച് ചികിത്സ നടത്തി. പക്ഷെ നിലവിൽ വളരെ മോശാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. സർക്കാർ നിലവിൽ വളരെ മോശപ്പെട്ട ഒരു സ്ഥിതിയിൽ കൂടി തന്നെയാണ് ആ കുടുംബം കടന്നു പോകുന്നത്. ഹർഷിന ചോദിക്കുന്നത് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്. ഞാൻ വരുത്തി വെച്ചതല്ല ഇത്, എന്റെ കയ്യിൽ നിന്ന് വന്ന ഒരു പിഴയല്ല ഇത് എന്നുള്ളത്. ശരിക്കും സർക്കാർ നമ്മളോടൊപ്പം നിൽക്കേണ്ടതാണ്. സ്ത്രീകളോടൊപ്പം, അവരുടെ പ്രശ്നങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറയുന്നതല്ലാതെ ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ നമുക്ക് ചോദ്യങ്ങൾ മാത്രമാണ് ഉന്നയിക്കാനുള്ളത്. എന്ന് നടപടിയെടുക്കും, എന്ന് തീരും ഈ അനാസ്ഥ എന്നുള്ളത്.